ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും പദ്ധതികളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ രോഗാവസ്ഥകൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷകൾ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, തമ്പുരാനെ, എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ടുപോകാതെ ഈശോയെ നിന്റെ ഹിതം അനുവർത്തിക്കുന്നവരാകി മാറുവാനായിട്ട് ഞങ്ങൾ കൃപ തരണമേ. ഈശോയെ, ലോകത്തിൻ്റെ കെണികളും പ്രലോഭനങ്ങളും ആകർഷണങ്ങളും അതെപ്പോഴും ഞങ്ങളുടെ പിന്നാലെയുണ്ട്. അത് ഞങ്ങളെപ്പോഴും കെണിയിൽ വീഴിക്കാറുണ്ട്. ഈശോയെ, നിന്റെ ശക്തിയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഈശോയെ, നിന്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ ഹിതം മാത്രം അനുവർത്തിക്കാനായിട്ട്, നിന്റെ ഹിതം മാത്രം അന്വേഷിച്ച് താവേ നിന്റെ മുമ്പിൽ നിലനിൽക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.